എല്ലാ ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിക്കുന്നവരാണ് കെഎസ്ആർടിസി ഡ്രൈവർമാരും കണ്ടക്ടർമാരും. സമയപാലനം, യാത്രക്കാരോടുള്ള നല്ല പെരുമാറ്റം, സുരക്ഷിതമായ ഡ്രൈവിംഗ്, കൂടുതൽ വരുമാനം നേടിക്കൊടുക്കാനുള്ള ശ്രമം ഇവയെല്ലാം വിലയിരുത്തി ഇനി എല്ലാ മാസവും സംസ്ഥാനത്തെ മികച്ച ഡ്രൈവർക്കും മികച്ച കണ്ടക്ടർക്കും പുരസ്കാരം നൽകാനാണ് കെഎസ്ആർടിസി തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ നടപ്പാക്കുന്ന 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പുതിയ സംവിധാനം വരുന്നത്. മാസം തോറും മികച്ച ഡ്രൈവറെയും മികച്ച കണ്ടക്ടറെയും കണ്ടെത്തി ആദരിക്കുന്ന പുതിയ പദ്ധതിക്ക് കെഎസ്ആർടിസി തുടക്കമിടുകയാണ്. ഓരോ ഡിപ്പോയിൽ നിന്നുള്ള മികച്ച ജീവനക്കാരെ തെരഞ്ഞെടുത്ത ശേഷമായിരിക്കും സംസ്ഥാനതല വിജയികളെ പ്രഖ്യാപിക്കുക. തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തീരുമാനമാകില്ല. ഇതിനായി ഓരോ യൂണിറ്റിലും പ്രത്യേക സമിതി രൂപീകരിക്കും. യൂണിറ്റ് ഓഫീസർ ചെയർമാനുമായും സൂപ്രണ്ട് കൺവീനറായും പ്രവർത്തിക്കുന്ന 5-അംഗ സമിതിയാണ് ജീവനക്കാരുടെ പ്രവർത്തനം പരിശോധിക്കുക. കെഎസ്ആർടിസി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാർക്ക് നൽകും. ആകെ 100 മാർക്കാണ് ഒരു ജീവനക്കാരന് ലഭ്യമാകുന്നത്. കണ്ടക്ടർമാരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വരുമാനത്തിനാണ്. ഓരോ സർവീസിനും കെഎസ്ആർടിസി നിശ്ചയിക്കുന്ന വരുമാന ലക്ഷ്യം പൂർണ്ണമായി നേടിയാൽ 60 മാർക്ക് ലഭിക്കും. ആയതിനാൽ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുകയും ടിക്കറ്റ് വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ നേട്ടമാകും. ഇതിനു പുറമെ കൃത്യമായ ഹാജരും സമയത്ത് ഡ്യൂട്ടിക്ക് എത്തുന്നതും പ്രത്യേകം വിലയിരുത്തും. ഇവയ്ക്ക് 15 മാർക്ക് വീതമാണ് നൽകിയിരിക്കുന്നത്. യാത്രക്കാരോട് മാന്യമായി പെരുമാറുക, സംശയങ്ങൾക്ക് മറുപടി നൽകുക, സഹായകരമായ സമീപനം പുലർത്തുക എന്നിവയ്ക്കായി 10 മാർക്കും ലഭിക്കും. അതായത് വരുമാനം മാത്രമല്ല, യാത്രക്കാരോടുള്ള പെരുമാറ്റവും പുരസ്കാര നിർണയത്തിൽ പ്രധാന ഘടകമാകും. ഡ്രൈവർമാരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് ഇന്ധനക്ഷമതയ്ക്കാണ്. ഓരോ സർവീസിനും ഓരോ കിലോമീറ്ററിന് എത്ര ഇന്ധനം ഉപയോഗിക്കണം എന്ന ലക്ഷ്യം കെഎസ്ആർടിസി നിശ്ചയിക്കും. ഈ ലക്ഷ്യം കൈവരിക്കുന്നവർക്ക് 60 മാർക്ക് ലഭിക്കും. ഇന്ധനം ലാഭിക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നത് കോർപ്പറേഷന്റെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന വിലയിരുത്തലാണ് ഈ മാനദണ്ഡം. സുരക്ഷിതമായ ഡ്രൈവിംഗിനും വലിയ പ്രാധാന്യമുണ്ട്. അപകടരഹിതമായി വാഹനം ഓടിക്കുന്നവർക്ക് 20 മാർക്ക് നൽകും. സ്ഥിരമായ ഹാജർ, സമയപാലനം എന്നിവയ്ക്ക് 15 മാർക്കും അച്ചടക്കത്തിന് 5 മാർക്കും ലഭിക്കും. അതായത് ഇന്ധനം ലാഭിക്കുന്നതും സുരക്ഷിതമായി സർവീസ് നടത്തുന്നതും ഒരേപോലെ പ്രധാനമാണ്. ഓരോ ഡിപ്പോയിൽ നിന്നുമായി മികച്ച 10 ഡ്രൈവർമാരെയും 10 കണ്ടക്ടർമാരെയും ആദരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതിനുശേഷം ഏറ്റവും മികച്ച 3 ഡ്രൈവർമാരുടെയും 3 കണ്ടക്ടർമാരുടെയും പട്ടിക HR വിഭാഗത്തിലേക്ക് അയക്കും. സംസ്ഥാനത്തെ മികച്ച ഡ്രൈവറെയും മികച്ച കണ്ടക്ടറെയും ഈ പട്ടികയിൽ നിന്നായിരിക്കും തെരഞ്ഞെടുക്കുക. നേരത്തെ മികച്ച ഇന്ധനക്ഷമത കൈവരിച്ച ഡ്രൈവർമാരെ മാത്രം കണ്ടെത്തി ആദരിക്കുന്ന പദ്ധതി കെഎസ്ആർടിസി നടപ്പാക്കിയിരുന്നു. എന്നാൽ അതിന് പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ല എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. വരുമാനം, സുരക്ഷ, സമയപാലനം, അച്ചടക്കം, യാത്രക്കാരോടുള്ള സമീപനം എന്നിവയെല്ലാം ഇനി ഒരുമിച്ച് വിലയിരുത്തും. ജൂലൈ മാസത്തിലെ പ്രകടനം അടിസ്ഥാനമാക്കിയുള്ള ആദ്യ പട്ടിക ഉടൻ സമർപ്പിക്കാൻ എല്ലാ യൂണിറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായി പട്ടിക കൈമാറണമെന്നും കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്. അതുവഴി എല്ലാ മാസവും കൃത്യമായ പുരസ്കാര ജേതാക്കളെ കണ്ടെത്താനാകും. അതേസമയം എല്ലാവർക്കും ഈ പുരസ്കാരത്തിന് അർഹത ലഭിക്കില്ല. ചില അയോഗ്യത മാനദണ്ഡങ്ങളും കെഎസ്ആർടിസി നിശ്ചയിച്ചിട്ടുണ്ട്. ഡ്രൈവറുടെ ശ്രദ്ധക്കുറവ് കാരണം അപകടമുണ്ടായാൽ, വിജിലൻസ് വിഭാഗം ശരിവച്ച പരാതികൾ ഉണ്ടെങ്കിൽ, ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയാൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ അവാർഡിന് പരിഗണിക്കില്ല. മറ്റു മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാലും ഇത്തരം പരാതികളോ വീഴ്ചകളോ ഉള്ളവർക്ക് പുരസ്കാരം ലഭിക്കില്ല. ഈ പുതിയ സംവിധാനം ജീവനക്കാർക്കിടയിൽ ആരോഗ്യകരമായ മത്സരം വളർത്തുമെന്നാണ് കെഎസ്ആർടിസി പ്രതീക്ഷിക്കുന്നത്. മികച്ച സേവനം നൽകുന്നവരെ കണ്ടെത്തി അംഗീകരിക്കുന്നതിലൂടെ മറ്റുള്ളവർക്കും കൂടുതൽ മികച്ച രീതിയിൽ ജോലി ചെയ്യാനുള്ള പ്രചോദനമാകും ലഭിക്കുക. യാത്രക്കാർക്കും ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. കാരണം സുരക്ഷിതമായ യാത്ര, നല്ല പെരുമാറ്റം, സമയപാലനം, മികച്ച സേവനം എന്നിവയ്ക്ക് ഇനി കൂടുതൽ പ്രാധാന്യം ലഭിക്കും. ഒരു പുരസ്കാരം എന്നതിലുപരി മികച്ച സേവനം ചെയ്യുന്ന ജീവനക്കാരെ പൊതുവേദിയിൽ അംഗീകരിക്കാനുള്ള ശ്രമം കൂടിയാണ് കെഎസ്ആർടിസിയുടെ ഈ പുതിയ പദ്ധതി. യാത്രക്കാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും ജീവനക്കാരുടെ ആത്മവിശ്വാസം ഉയർത്താനും ഈ സംവിധാനം സഹായിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മികച്ച സേവനത്തിന് ഇനി എല്ലാ മാസവും ഒരു അംഗീകാരമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.